ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സേമിയ പായസമാണ്. അത് എനിക്കൊരു മാതാവിൻ്റെ പള്ളിയിലൊരു നേർച്ചയുണ്ട്, പായസം ഉണ്ടാക്കി അവിടെ എല്ലാവർക്കും കൊടുക്കാമെന്ന്. അങ്ങനെ അപ്പോൾ ആ പായസമാണ് ഞാൻ തയ്യാറാക്കാൻ പോകണം. ആദ്യം തന്നെ ഞാൻ 1.25 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാൽ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് തിളപ്പിക്കാം. നല്ല തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ പാല് ഇതിലോട്ട് അരിച്ചൊഴിക്കുകയാണ്. പാത്രത്തിലോട്ട് ഒന്ന് അരിച്ചൊഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കണം. പാല് ഞാൻ അരിച്ചൊഴിച്ച് പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചു കൊടുക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാലടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പാല് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ നോക്കാം. അപ്പം ഞാൻ 400 ഗ്രാം സേമിയാണ് ഇതിനെടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറുതായിട്ട് പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഏലക്കപ്പൊടിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ചേർക്കാൻ ഞാൻ 1/2 കിലോ പഞ്ചസാര, 500 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ ഞാൻ 1/2 കിലോ പഞ്ചസാര, 500 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. 500 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 100 ഗ്രാം ചവ്വരി ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി പാലൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇനി ബാക്കി കുട്ടികളെല്ലാം കൂടെ നമുക്ക് ചേർത്ത് വറുത്തെടുക്കാം. നമ്മുടെ വെർമിസെല്ലി തയ്യാറാക്കാനുള്ള ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. വെർമിസെല്ലി നന്നായിട്ട് ഒന്ന് മൂക്കണം. നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരാം. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 500 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന ചവ്വരി അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കാൻ പാത്രത്തിലാക്കി പള്ളിയിൽ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കണം. അതൊരു നേർച്ചയായിരുന്നു. ആ നേർച്ച ഇന്ന് തീർക്കണം, അത് എൻ്റെ ആഗ്രഹം. അപ്പം ഞാനത് പോകുന്നു. അപ്പം ഇനി പള്ളിയിൽ വെച്ചിട്ട് കാണാം.